ഹായ്, ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ എവിടെയെന്ന് അറിയാം? കുന്നംകുളം കൽപ്പക ടെക്സ്റ്റൈൽസിലാണ്. ചേട്ടന് ഡെയിലി വേജസിനായിട്ട് കുറച്ച് ടീഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഡാൻസിൻ്റെ യൂണിഫോം എടുത്തിട്ടില്ല, അപ്പോൾ അതും എടുക്കണം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ എടുക്കാൻ നോക്കിയതാണ്. ഞാൻ സൗണ്ടിൽ തന്നെയാണ് എടുത്തത്, പക്ഷേ അവിടെ മ്യൂസിക്കൊക്കെ ഉള്ള കാരണം നമുക്ക് പണി കിട്ടും. ഇത് ഷർട്ടിൻ്റെ സെക്ഷനാണ്. അവിടെ തന്നെയാണ് മറ്റേ ടീഷർട്ട് പാൻറ്റുകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. വേണ്ടോ ഷർട്ടിൻ്റെ സെക്ഷൻ തൊട്ടപ്പുറത്ത് ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ തപ്പിത്തരയുന്നുണ്ട്. ഡിസ്കൗണ്ടിലുള്ള സാധനങ്ങൾ ഒരു കൊട്ടയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ബാസ്ക്കറ്റിൽ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അതാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഷർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ അത്. 3rd ഫ്ലോർ. എല്ലാ ഫ്ലോറിലും ഡിസ്കൗണ്ട് സെയിലുണ്ടായിരിക്കും എപ്പോഴെന്ന് വെച്ചാൽ ഞങ്ങൾ പോണ സമയത്തൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എന്താ ചേട്ടനവിടെ ടീഷർട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് ആ പയ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ ടീഷർട്ടിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതെന്നാണ് ഞങ്ങൾ എടുത്തത് ഒരു 2-3 ഇവിടെ ഷർട്ടുകളുണ്ട്. ഡെയിലി വേജസിന് ചേട്ടൻ എപ്പോഴും ടീഷർട്ടാണ് യൂസ് ചെയ്യാറ്. ഇതാണ് എടുത്തിട്ടുള്ള ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്നും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ മാറ്റും. അതല്ലെങ്കിൽ പിന്നെ ഇതിലെന്തായാലും മറ്റേ അടിയിൽ നിന്ന് രണ്ടാമത്തെ മിക്കവാറും മാറ്റാനുള്ള സാധ്യതകളുണ്ട്. ബാക്കിയൊക്കെ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് എടുത്ത കളറുകളാണ്. പച്ചയാണെങ്കിലും ഇപ്പോൾ ചേട്ടൻ്റെ കയ്യിലുള്ളതാണെങ്കിലും മറ്റേ കൈത്തണ്ടയിൽ വെച്ചിട്ടുള്ളതാണെങ്കിലും അല്ലാതും ചേട്ടൻ XL XXL ഇത് കൊള്ളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ ചേട്ടൻ. നമുക്ക് സംസാരിക്കണമൊക്കെ ഉണ്ട്. നമുക്ക് അവിടുത്തെ മ്യൂസിക് പണി കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ സൗണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വേണ്ട ഇതെന്നാണ് ഞങ്ങളത് സെലക്ട് ചെയ്തത്. ആ ഒരു ബ്ലൂ എനിക്കിഷ്ടമായി, പക്ഷെ അത് സൈസ് കറക്റ്റല്ല. അപ്പോൾ അതിൻ്റെ സൈസാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കണം ഞങ്ങൾ. അവർ രണ്ടുപേരും കൂടി പിടിവലിയാണ്. വേണ്ട സൈസ് കറക്റ്റല്ല. അപ്പോൾ അതേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സൈസിൽ അതില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പയ്യനെ കൊണ്ടും കുറേ തരയിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ. ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരുപാട് സെക്ഷൻ ഇതൊക്കെ ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ബെഡ്ഷീറ്റുകൾ, ഇത് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റൊക്കെ നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ ഇതിവിടെ ഇരിക്കുന്നത്. ഇത് കണ്ടോ. പിന്നെ മേലത്തെ റേറ്റ് 260. ഇത് സിംഗിളാണ്, പക്ഷെ നല്ല സുഖമാണ് കേട്ടോ. തീരെ വെയിറ്റൊന്നുമില്ല, പക്ഷെ ചൂടൊന്നും ഉണ്ടാവില്ല. നമുക്ക് പൊതിച്ച് കഴിഞ്ഞാലൊക്കെ നല്ല സുഖം ഉണ്ടാവും. കഴുകാനൊക്കെ സുഖമാണ്, പക്ഷെ കഴിഞ്ഞ് ഈ പറയും പോലെ അറിയാമല്ലോ, വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ വാങ്ങിയത് ലാസ്റ്റ്. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഇപ്പുറത്തും ടീഷർട്ടിൻ്റെ ഒരു ഇതൊക്കെ പിടിച്ചിട്ട് ചേട്ടനോട് നിൽക്കുന്നുണ്ട്. എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് വേണോ അത് വേണോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ നോക്കുകയാണ്. ഇത് പാൻറ്റ് സെക്ഷനാണ്. ഇതും പാൻറ്റ്, ബർമുഡ അങ്ങനത്തെ ഐറ്റംസാണ്. ഡെയിലി യൂസിന് ചേട്ടൻ ഇങ്ങനത്തെയൊക്കെയാണ് ഇടാറ്. സാധാ ജീൻസ് ഷർട്ട് അങ്ങനെ മാക്സിമം ഇടാറില്ല. ഇപ്പോൾ പിന്നെ ആൾ കുറച്ച് ഷർട്ടൊക്കെ ഇടാൻ തുടങ്ങി. ടീഷർട്ടൊക്കെ ഏകദേശം തീരുമാനമായിരിക്കണം. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ മഴ ഉണങ്ങുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ചേട്ടൻ ആ മെറ്റീരിയൽസ് അങ്ങോട്ട് കറക്റ്റാണ്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ അതും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് ആ പയ്യൻ വേറെ പാൻറ്റൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേട്ടൻ സൈസ് അനുസരിച്ചിട്ട്. നല്ലൊരു പയ്യനായിരുന്നു കേട്ടോ. നമ്മളവനെ പരിചയപ്പെട്ടു. വിദ്യാസാഗർ എന്നാണ് പേര് പറഞ്ഞത്. ഫേസ് കാണിക്കട്ടെ എന്ന് വെച്ചപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞു. പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞു. നമ്മളവൻ്റെ ഫേസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെന്താണ്, അവൻ വന്നിട്ട് 1 മാസമൊക്കെ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഈ ഒരു പാൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ പയ്യൻ്റെ കയ്യിലിരിക്കുന്ന പാൻറ്റ് ഒരു ഗ്രീനാണ്. പക്ഷെ ചേട്ടൻ അങ്ങനത്തെ ഒന്നും ഉണ്ടാറില്ല. ചേട്ടൻ ബ്ലാക്ക്, യാഷ്, പിന്നെ ഒരു എന്താ പറയുക മരത്തിൻ്റെ ഒക്കെ ചന്ദന കളറ് അങ്ങനത്തെ ഒക്കെ ഒരു തരം കളേഴ്സാണ് ചേട്ടൻ നോർമലി യൂസ് ചെയ്യാറുള്ളൂ. വേറെ മറ്റുള്ള കളേഴ്സൊന്നും പാൻറ്റ് യൂസ് ചെയ്യാറില്ല. നമുക്കാണ് പിന്നെ കുറേ വെറൈറ്റീസ്. ടീഷർട്ടിൻ്റെ സെക്ഷനും ഷർട്ടിൻ്റെ സെക്ഷനും ഒക്കെ ഒരുപാട് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബാസ്ക്കറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. ഞങ്ങൾ സാധാരണ ഉണ്ണിക്കൊക്കെ ഒരുവിധം ഡെയിലി യൂസിന് അങ്ങനെയാണ് എടുക്കാറ്. ഈ ഒരു പാൻറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനത് എടുക്കട്ടെ എന്ന് ചോദിച്ച് നിൽക്കുകയായിരുന്നു. വെറും 139 രൂപ ഉള്ളൂ. 2 പോക്കറ്റും ഇതൊക്കെ ആയിട്ട്
ചെക്കാണ് കേട്ടോ, അത് ഇതിലധികം കാണുന്നില്ല. ഇപ്പോൾ നല്ലൊരു ഗ്രീൻ കളർ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കായിരുന്നു, ഞാൻ എടുക്കില്ല എന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷെ അത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ചേട്ടനോട് എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതെടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ പയ്യനപ്പം എനിക്ക് വേറൊരു പാൻറ്റും കൂടി എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. അത് ഒരു 200 സംതിങ്ങിനേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, കണ്ടില്ല? ഇത് എന്താ പറയുക, അരയുടെ ഭാഗത്തൊക്കെ നല്ല കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ടാണുള്ളത്. പക്ഷെ എനിക്ക് ഗ്രീനിനോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ അവസാനം ഗ്രീനിന് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, ബൈ. പിന്നെയും കാണാം കേട്ടോ ഗൈസ്.